വി.എസിന്റെ മകനെതിരെ മത്സരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന എ. സുരേഷ്. മലമ്പുഴയിൽ മകൻ അരുൺകുമാർ മത്സരിക്കാനെത്തിയാൽ തീരുമാനത്തിൽ പുനർവിചിന്തനം നടത്തും. തെരഞ്ഞെടുപ്പിന് ശേഷം എന്തെന്ന് ആശങ്കയുണ്ട്. മലമ്പുഴയിൽ തോറ്റാലും പ്രശ്നമില്ല. രാഷ്ട്രീയം പറയാനുള്ള വേദിയാണ് തെരഞ്ഞെടുപ്പ്. ജയവും തോൽവിയും പ്രശ്നമല്ല. CPM വിമതർക്കൊപ്പം നിൽക്കില്ലെന്നും സുരേഷ് വ്യക്തമാക്കി. അവരുടെ കൺവെൻഷനിൽ പങ്കെടുക്കില്ല. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പ്രയാസമില്ല എന്നും സുരേഷ് പറഞ്ഞു. CPM വിമതരെ ഒക്കെ കൂടി ചേർന്നുള്ള ഒരു ഗ്രൂപ്പായി നിങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ അങ്ങനെയാണ് പദ്ധതി? ഞാൻ അവരെന്നെ വിളിച്ചിരുന്നു. അവർ ഞാനുമായിട്ട് നല്ല സമ്പർക്കം ഉള്ള ആളുകളാണ്. എന്നെ വിളിച്ചിരുന്നു. അവർ കൺവെൻഷൻ ആലോചിക്കുന്നു എന്നോട് പറഞ്ഞു. ഞാൻ പങ്കെടുക്കില്ല എന്ന് അവരോട് അറിയിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ക്ലാരിറ്റി വേണ്ടിയാണ്. ഇപ്പം കോൺഗ്രസ് ചെയ്യില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ UDF സ്വതന്ത്രമാകാൻ പ്രയാസം ഇല്ലാത്തൊരവസ്ഥയുണ്ടോ? ഇപ്പോൾ അവർ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. തീരുമാനിക്കേണ്ടവരാ. നമുക്ക് പ്രശ്നമില്ല. ഞാൻ അവർ എന്നോട് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്. ഞാൻ അവരോട് പറഞ്ഞാണ് ഞാൻ കോൺഗ്രസ് ചെയ്യില്ല, അത് വേണ്ട, സുരേഷിന് എന്താണോ താല്പര്യം അതനുസരിച്ച് ഞങ്ങൾ സംവിധാനം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ സംസാരിച്ചത് ഉന്നത നേതാക്കൾ തന്നെയാണ്. ഞാൻ എല്ലാ കാര്യം നിങ്ങളോട് സംസാരിക്കുന്ന ആളാണ്, വ്യക്തിപരമായിട്ടും അല്ലാതെയും. എന്ത് ചേർത്ത് നിർത്താൻ ശ്രമിച്ചതാണ് പറയുന്നത്. കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പ് ഇവിടുത്തെ ബ്രാഞ്ച് യോഗം കൂടിയിട്ട് എന്നെ ഗ്രൂപ്പിലെടുക്കാൻ ആലോചിച്ചു സഖാക്കൾ. സുരേഷ് ഏട്ടൻ ഗ്രൂപ്പിൽ വരണം, എന്നിട്ട് പാർട്ടി അംഗമാവണം എന്നവർ പറഞ്ഞു. അപ്പോൾ തന്നെ മേൽക്കെട്ട് കമ്മിറ്റിയിൽ നിന്ന് പങ്കെടുത്ത സഖാവ് പറഞ്ഞത് സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ സംഘടനാ വിദ്യാഭ്യാസം അനുസരിച്ച് ഒരു പാർട്ടി ഗ്രൂപ്പിൽ ഒരാളെ എടുക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കേണ്ട കാര്യമില്ല. ഗ്രൂപ്പ് എന്ന് പറയുന്നത് പാർട്ടിയുടെ അടിസ്ഥാനമായിട്ടുള്ളൊരു മെമ്പർഷിപ്പിൻ്റെ തുടക്കമാണ്, ഘട്ടമാണ്. അത് കഴിഞ്ഞാൽ CM ആവുന്നു, കാൻഡിഡേറ്റ് മെമ്പർ ആവുന്നു. അത് കഴിഞ്ഞാൽ PM ആവുന്നു, പാർട്ടി മെമ്പർ. ഇതാണ് പാർട്ടിയുടെ സംഘടന അറിയുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യം. ഞാനും അതാണ് പഠിച്ചത്. ഞാൻ എൻ്റെ ജനിച്ച കാലം മുതൽ ഞാൻ പാർട്ടി കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് എനിക്ക് പാർട്ടി സംഘടന അറിയാം, പാർട്ടി വിദ്യാഭ്യാസമുള്ള ആളാണ്. ഞാൻ ഇത്രത്തോളം ഒരു ഇൻസൾട്ട് അനുഭവിക്കാൻ തക്ക തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. 13 കൊല്ലമായിട്ട് ഞാൻ നിരവധി തവണ ഞാൻ നിങ്ങളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. FB പേജിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. 3 തവണ സംസ്ഥാന കമ്മിറ്റിക്കും 1 തവണ ജില്ലാ കമ്മിറ്റിക്കും ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിന് മറുപടി പോലും തന്നിട്ടില്ല. നേതാക്കൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് ഞാൻ മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് എന്നെ പുറത്ത് നിർത്തിയിരിക്കുന്നത് എനിക്ക് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. UTV ന്യൂസ്, പാലക്കാട്.